അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ അമ്മാ ബഅദ്. ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, സഹീഹുൽ ബുഖാരിയിലെ കിതാബുൽ ഈമാൻ സത്യവിശ്വാസം എന്ന അദ്ധ്യായത്തിലെ ബാബു ഇദാലം യകുനിൽ ഇസ്ലാമു അൽ ഹഖീഖ, ഇസ്ലാം യഥാർത്ഥ രൂപത്തിലല്ലെങ്കിൽ എന്ന ബാബിലെ ഒരു ഹദീസ് ഇവിടെ വിശദീകരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഹദ്ദസന അബുൽ യമാൻ قال أخبرنا شعيب عن الزهري قال أخبرني عامر بن سعد عن ابن أبي وقاص عن سعد رضي الله عنه أن رسول الله صلى الله عليه وسلم أعطى رهطا وسعد جالس فترك رسول الله صلى الله عليه وسلم رجلا هو أعجبهم إلي فقلت يا رسول الله ما لك عن فلان فوالله إني لأراه مؤمنا فقال أو مسلمة فسكت قليلا ثم غلبني ما أعلم منه فعدت لمقالتي فقلت ما لك عن فلان فوالله إني لأراه مؤمنا فقال أو مسلما فسكت قليلا ثم غلبني ما أعلم منه فعدت لمقالتي وعاد رسول الله صلى الله عليه وسلم ثم قال يا سعد إني لأعطي الرجل وغيره أحب إلي منه خشية أن يكبه الله في النار. സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഘത്തിന് ധർമ്മം നൽകി. സഅദ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരനായി തോന്നിയ വ്യക്തിക്ക് ഒന്നും കൊടുത്തില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, ആ വ്യക്തിക്ക് ഒന്നും കൊടുക്കാതിരിക്കാൻ എന്തുണ്ട് കാരണം? അള്ളാഹുവാണ് സത്യം, ഞാൻ അദ്ദേഹത്തെ ഒരു സത്യവിശ്വാസിയായി കാണുന്നു. അപ്പോൾ അവിടുന്ന് ചോദിച്ചു, അതോ മുസ്ലിമോ? അപ്പോൾ ഞാൻ കുറച്ച് സമയം നിശബ്ദനായിരുന്നു. പിന്നെ അയാളെക്കുറിച്ച് ഞാൻ അറിയുന്ന കാര്യം അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. മുമ്പ് പറഞ്ഞത് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു, അയാൾക്ക് ഒന്നും കൊടുക്കാതിരിക്കാൻ എന്തുണ്ട് കാരണം? അള്ളാഹുവാണ് സത്യം, അയാളൊരു സത്യവിശ്വാസിയായി ഞാൻ കാണുന്നു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അതോ മുസ്ലിമോ? പിന്നെയും അയാളെക്കുറിച്ച് എനിക്ക് അറിയാവുന്ന കാര്യം അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. മുമ്പ് പറഞ്ഞത് ഞാൻ ആവർത്തിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ചോദ്യം ആവർത്തിച്ചു. എന്നിട്ട് പറഞ്ഞു, സഅദേ, തീർച്ചയായും ഞാൻ ചിലർക്ക് കൊടുക്കും. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ വേറെ ചിലരായിരിക്കും. അള്ളാഹു അവരെ നരകത്തിൽ വീഴ്ത്തുമോ എന്ന ഭയമാണതിന് കാരണം. ഇതാണ് ഹദീസും അതിൻ്റെ അർത്ഥവും. എന്താണ് ഈ ഹദീസിലൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്? ആരാണ് യഥാർത്ഥ മുഅ്മിൻ, ശരിയായ വിശ്വാസി, അല്ലെങ്കിൽ സത്യവിശ്വാസി എന്നതിൻ്റെ ശരിയായ വിവക്ഷ എന്താണ് എന്ന കാര്യമാണ് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. ഇസ്ലാം സ്വീകരണം ആത്മാർത്ഥതയോടു കൂടിയായിരിക്കണം. അല്ല എങ്കിൽ അത് വെറും ഭൗതിക മോഹമോ കീഴടങ്ങലോ മാത്രമായിരിക്കും. അല്ലെങ്കിൽ മറ്റു വല്ലതും മോഹിച്ചുകൊണ്ടുള്ള പ്രവൃത്തിയിൽ ഒതുങ്ങുകയും ചെയ്യും എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖാലത്തിൽ അഅറാബു ആമന്നാ ഖുൽ ലം തുഅ്മിനൂ വലാകിൻ ഖൂലൂ അസ്ലംനാ വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബികും വഇൻ തുതിഉ അല്ലാഹ വറസൂലഹു ലാ യലിതുകും മിൻ അഅമാലികും ഷൈഅ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഗ്രാമീണ അറബികൾ പറയുന്നു, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. നീ പറയുക, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല. എന്നാൽ ഞങ്ങൾ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. വിശ്വാസം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടില്ല.
അള്ളാഹുവെയും അവൻ്റെ ദൂതനെയും നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മഫലങ്ങളിൽ നിന്ന് യാതൊന്നും അവൻ കുറവ് വരുത്തുന്നതല്ല. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അപ്പോൾ വിശ്വാസം എന്നത് നാവുകൊണ്ട് പ്രകടമാക്കിയാൽ പോരാ, അത് ഹൃദയത്തിൽ ശരിക്കും സ്ഥാനം പിടിക്കേണ്ടതുണ്ട് എന്നാണ് ഈ വചനത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. മനസ്സിൽ വിശ്വസിച്ചു വെച്ചാലും പോരാ, അത് പ്രവർത്തനത്തിൽ പ്രകടമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അവനാണ് യഥാർത്ഥ മുഅ്മിൻ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. ഇസ്ലാം ആശ്ലേഷണം ആത്മാർത്ഥമായിട്ടായിരിക്കണം. അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അതേപോലെ തന്നെ മറ്റൊരു സൂറയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാം ദൈവത്തിനുള്ള ആത്മാർപ്പണം അല്ലാത്തതിനെ ആരെങ്കിലും മതമായി ആഗ്രഹിക്കുന്ന പക്ഷം അത് അവനിൽ നിന്ന് ഒരിക്കലും സ്വീകരിക്കപ്പെടുന്നതല്ല. പരലോകത്തിൽ അവൻ നഷ്ടക്കാരിൽ പെട്ടവനായിരിക്കുമെന്നാണ്. നേരത്തെ ഉദ്ധരിച്ച ആ വചനം ഇതേ സൂറത്തിൻ്റെ ആരംഭത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. തീർച്ചയായും അള്ളാഹുവിങ്കൽ മതം എന്നാൽ ഇസ്ലാം ആകുന്നു എന്ന്. അപ്പോൾ ഈമാൻ എന്നത് വിശ്വാസത്തെ അറിയിക്കുന്നു. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അനുസരണവും പ്രവർത്തനവുമാണ് ഇസ്ലാം. മതപരമായ അർത്ഥത്തിൽ മുസ്ലിമും മുഅ്മിനും ഒന്നു തന്നെയാണെന്ന അഭിപ്രായമാണ് ശരിയായിട്ടുള്ളത്. ഇസ്ലാമിലെ പ്രകടമായ പല ആരാധനകളും ഒരാൾ ചെയ്യുന്നുണ്ട്, എന്നാൽ മനസ്സിലേക്ക് അവൻ്റെ വിശ്വാസം കടന്നു ചെന്നിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിൽ അവന് വിശ്വാസം ഇല്ല. ഈ ഒരവസ്ഥയിൽ ഭാഷാപരമായി അവൻ മുഅ്മിനാണ്, എന്നാൽ മതപരമായി ഇയാൾ കപടവിശ്വാസിയുമാണ്. അപ്പോൾ ഈമാൻ കൂടാതെയുള്ള ഇസ്ലാം അള്ളാഹുവിങ്കൽ സ്വീകാര്യമല്ല. അതുകൊണ്ട് ഈമാൻ്റെ അനിവാര്യ ഫലമാണ് ഇസ്ലാം എന്ന് നമുക്ക് പറയാം. അതേസമയം ഒരാൾക്ക് ഇസ്ലാം ഉണ്ടായതുകൊണ്ട് ഈമാൻ ഉണ്ടായിക്കൊള്ളണമെന്നും ഇല്ല. ഇനി ഒരാൾ ഈമാനികമായ അവസ്ഥ അഭിനയിക്കുകയാണെങ്കിലോ അപ്പോഴും അവൻ യഥാർത്ഥ മുഅ്മിനല്ല. അള്ളാഹുവിങ്കിൽ അവൻ കദ്ദാബാണ്, അള്ളാഹുവിങ്കിൽ അവൻ കള്ളനാണ്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് മുഅ്മിൻ എന്ന് പറയാൻ പാടില്ല എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പറയുന്നത്. മറിച്ച് മുഅ്മിൻ എന്നതിൻ്റെ ശരിയായ വിവക്ഷ മനസ്സിൽ വിശ്വാസം ശരിക്കും രൂഢമൂലമായ മുസ്ലിം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ മുഅ്മിൻ എന്ന് പറഞ്ഞതിനെ എതിർക്കുന്നില്ല, മറിച്ച് ബാഹ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനെ സംബന്ധിച്ച് മുഅ്മിൻ എന്ന് ഖണ്ഡിതമായി പറയാതെ മുസ്ലിം എന്ന് കൂടി ചേർത്ത് പറയുന്നതാണ് അഭികാമ്യം എന്നാണ് സഅദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. മുഅ്മിൻ എന്ന പ്രയോഗത്തെ എതിർക്കുകയല്ല, മറിച്ച് അത് മാത്രം പ്രയോഗിച്ചതിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ എതിർത്തത്. അല്ലാഹു അഅലം. യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.